2 മക്കബായർ 5-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാലത്ത് അന്ത്യോക്കസ് രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു. ജെറുസലേം നഗരത്തിന് മുകളിൽ 40 ദിവസം ദർശനമുണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമേന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്ന ദൃശ്യമായി. കുതിരപ്പട അണിനിരന്ന ആക്രമണവും പ്രത്യാക്രമണവും എല്ലായിടത്തും. പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണ വിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. അദൃശ്യം ശുഭശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്ത്യോക്കസ് അന്തരിച്ചുവെന്ന് വ്യാജ ശുദ്രി പരന്നു. ശാസൻ 1000 കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി. മെനേലാവോസ് കോട്ടയിൽ അഭയം തേടി. ജാസൻ സഹപൗരന്മാരെ ഇടവിടാതെ കൊന്നൊടുക്കി. സ്വജനങ്ങളെ വധിച്ച് നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ശത്രുക്കളുടെ മേലാണ്, സ്വജനത്തിൻ്റെ മേലല്ല വിജയം കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു. പക്ഷെ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവന് അമ്മോന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. അവൻ്റെ അവസാനം അതിദയനീയമായിരുന്നു. അറേതാസ് എന്ന അറബി രാജാവിൻ്റെ മുമ്പിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു. ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു. നിയമലംഘനായ അവനെ സർവരും വെറുത്തു. സ്വരാജ്യത്തിൻ്റെ സ്വസഹോദരുടെയും ഘാതകനായ അവൻ്റെ നേരെ എല്ലാവരും അറപ്പ് തോന്നി. ഒടുവിൽ അവന് ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി. സ്പാർത്താക്കാരുമായുള്ള ചാർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ട് അവൻ കപ്പൽ കയറി. വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു. പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലെന്നത് മരിച്ചു. സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകൂടാരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല. സംഭവങ്ങൾ കേട്ട രാജാവ് യൂദയ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി. വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ധയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി. അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു. ബാലകരും സ്ത്രീകളും കുട്ടികളും വാൾനിരയായി. കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു. 3 ദിവസം കൊണ്ട് 80,000 പേരെ അവൻ നാമവിശേഷമാക്കി. നേർക്ക് നേരെയുള്ള പോരാട്ടത്തിൽ 40,000 കൊലപ്പെടുത്തി. അത്രയും പേരെ അടിമകളാക്കി വിറ്റു. ഇതുകൊണ്ടും തൃപ്തി വരാതെ അന്ത്യോക്കസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനേലാവൂസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു. അവൻ തൻ്റെ മലിനകരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങളെടുത്തു. വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹിമയും പൂജിതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വഭിഷ്ട കാഴ്ചകൾ പങ്കിലകരങ്ങളാൽ അവൻ തൂത്തുവാരി. നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്തുള്ള ലാൽ അന്ത്യോക്കസിന് ഗ്രഹിക്കാനായില്ല. അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്ന ഉടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്യൂക്കസ് നിയോഗിച്ച ഹെലിയോദോറസിന് സംഭവിച്ചത്. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. സർവശക്തൻ ക്രോധത്താൽ പുറം തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു. അഹങ്കാരോന്മത്തനായ അന്ത്യോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് 1800 താലന്ത് കൈക്കലാക്കി. അന്ത്യോക്യയിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു. ഫ്രീജിയക്കാരും സ്വഭാവത്താൽ തന്നേക്കാൾ കിരിയാതനുമായ ഫിലിപ്പിനെ ജെറുസലേമിലും അന്ത്രോനിക്കോസിനെ ഗരീസിമിലും നിയോഗിച്ചു. അവർക്ക് പുറമെ മെനേലാവോസിനെയും നിയമിച്ചു. അവൻ മറ്റാരെയുംക്കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ചു. യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം
അന്ത്യോക്യസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലന്മാരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസിയരുടെ നായകനായ അപ്പോളോസിനെ 20,000 സേനകളുമായി അയച്ചു. അവൻ ജെറുസലേമിലെത്തി വിശുദ്ധ സാബത്ത് ദിവസം വരെ സംഖ്യം നടിച്ച് കാത്തിരുന്നു. അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു. അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധ ഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേരെ വധിച്ചു. എന്നാൽ യൂദാസ് മക്കബെയൂസ് 9 സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി. മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു. 2 മക്കബായർ 6 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആഥൻസൂസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിലെ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും ഗിരിസീം ദേവാലയത്തെ തദ്ദേശവാസിരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്ന് രാജാവ് അവനോട് നിർദ്ദേശിച്ചു. തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു. കാരണം വിജാതിയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശ്യകളുമായി ഉല്ലസിക്കുകയും മറ്റ് സ്ത്രീകളുമായി സംഘത്തിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ദേവാലയത്തെ മ്ലേച്ഛത കൊണ്ട് നിറച്ചു. കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു. മ്ലേച്ഛവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. സാബത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ ആർക്കും കഴിയാതെയായി. രാജാവിൻ്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു. ദിയോനീസസിൻ്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ദലചക്രമണിഞ്ഞ് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിതരായി. സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരുടെ അതേ നയം അനുവർത്തിക്കണമെന്നും അവരെ ബലിയർപ്പണത്തിൽ പങ്കെടുപ്പിക്കണമെന്നും ടോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി. ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിലുണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത 2 സ്ത്രീകൾ പിടിക്കപ്പെട്ടു. ശത്രുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി. അവസാനം മതിലിൽ നിന്ന് തലകുത്തനെ താഴോട്ടെറിഞ്ഞു. രഹസ്യമായി സാബത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ചുകൂടി. അവരെ ആരോ ഫിലിപ്പിന് ഒറ്റുകൊടുക്കുകയും തത്ഫലമായി കൂട്ടത്തോടെ ദയിപ്പിക്കപ്പെടുകയും ചെയ്തു. ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവും നിമിത്തം എതിർത്ത് നിൽക്കാൻ അവർ ഒരുമ്പെട്ടില്ല. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല, നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർദ്ധിക്കുന്നത്. നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തന്നെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ. കഥ ചുരുക്കേണ്ടതുണ്ട്. ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും കൂളിന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ എലിയാസറിൻ്റെവനായ പന്നിമാസവും തീറ്റാൻ അവർ ബലം പ്രയോഗിച്ചു തുറന്നു. അപമാനത്തിനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു. ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിഷിദ്ധമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലി വിരുന്നിൻ്റെ മാംസം എന്ന ഭാവന അത് ഭക്ഷിക്കാൻ അവന് രഹസ്യമായി നിർബന്ധിച്ചു. അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും തങ്ങളോടുള്ള
ചിരകാലമെത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലിയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിച്ചു. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതവുമാക്കുകയും ചെയ്യും. തത്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. സംപൂജ്യവും വിശുദ്ധവും നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സാലെ ശ്രേഷ്ഠമരണം വരിക്കേണ്ടതെന്നുള്ള യുവാക്കൾക്ക് മഹത്തായൊരു മാതൃകയായിരിക്കും ഇത്. ഇത് പറഞ്ഞിട്ട് അവൻ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പം മുൻപ് തന്നോട് സന്മനസ്സോടെ വർദ്ധിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനി ഭ്രാന്തായിരുന്നു. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞെരുങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കണ്ഠമായ ശരീരവേദനയുണ്ടെങ്കിൽ കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തൻ്റെ പരിശുദ്ധ ജ്ഞാനത്താൽ വ്യക്തമായി അറിയാം. ഇങ്ങനെ അവൻ മരിച്ചു. യുവാക്കൾക്ക് മാത്രമല്ല, തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി.